സ്വാഭാവികം നമ്മൾ തന്നെ മെഗാ മഹാഭാരത യുദ്ധം എന്ന് പറയുന്നു. ഇനി റിസൾട്ട് ടോട്ടലി വൺ സൈഡഡ് ആണെന്നിരിക്കട്ടെ, ഇത്തവണ 400 സീറ്റിനടുത്ത് NDA നേടുന്നൊരു സാഹചര്യം അങ്ങനെ ഉണ്ടാവില്ല എന്നാണ് ഞാൻ ഇപ്പോഴും കരുതുന്നത്. അങ്ങനെ ഏതെങ്കിലും വന്നു കഴിഞ്ഞാൽ മഹാഭാരത യുദ്ധമൊന്നുമില്ല, അവിടെ ഒറ്റയ്ക്കാണ് പോയത്. സത്യം പറഞ്ഞാൽ അതൊരു അശ്വമേധമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. അപ്പോൾ നമുക്ക് ടൈറ്റിൽ മാറ്റേണ്ടി വരും. ബട്ട് നൗ ഇപ്പോഴത്തെ അവസ്ഥയിൽ എക്സിറ്റ് പോളുകളും എക്സാറ്റ് പോളും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടാകുന്നതിന്റെ 2 പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് സാമ്പിളിംഗ് എറർ ആവാം, 2 ഒരു വലിയ ട്രെൻഡ് നിങ്ങൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ, ഒരു ട്രെൻഡ് അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ പലപ്പോഴും എക്സിറ്റ് പോളുകൾ പരാജയപ്പെട്ടു പോകുന്നൊരു സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട്. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് നേരത്തെയുള്ള കേരളത്തിലേതടക്കമുള്ള 2019 തെരഞ്ഞെടുപ്പിൻ്റെ ഫലപ്രഖ്യാപനം. മിക്കവാറും ഏജൻസികൾക്ക് തെറ്റിപ്പോകാനുള്ള കാരണവും അങ്ങനെയായിരുന്നു, ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടം. എന്നാൽ ഒരു നിശബ്ദ തരംഗത്തെ തിരിച്ചറിയാൻ കഴിയുമോ എന്നതാണ്. ഇന്ത്യ ടുഡേ മൈ ആക്സിസ് ആണ് എൻ്റെ ഇന്നത്തെ സർവേ ഏജൻസികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ടേക്ക്. ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് റേറ്റുള്ള, ആക്യുറസി റേറ്റുള്ള ഒരു സർവേ ഇന്ത്യ ടുഡേ മൈ ആക്സിസ് സർവേ ആണ്. ഇക്കാര്യത്തിലൊരു വളരെ സാങ്കേതികമായിട്ടാണല്ലോ ഈ എക്സിറ്റ് പോൾ എന്നൊക്കെ പറയുന്ന വളരെ സാങ്കേതികമായിട്ടുള്ള കാര്യമാണ്. 2 കാര്യങ്ങളുണ്ട് എപ്പോഴും ഒരു തെരഞ്ഞെടുപ്പിന് നമുക്ക് വിലയിരുത്താൻ കഴിയും. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഒരു ജനറൽ ട്രെൻഡ് എങ്ങനെയായാലും തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഘട്ടത്തിൽ വെച്ച് വിസിബിളായി മാറും. ഇപ്പോൾ 2019 ഏകപക്ഷീയമായി BJP വിജയിക്കുമെന്ന കാര്യത്തിൽ ആർക്കെങ്കിലും ഒരു സംശയം ഉണ്ടായിരുന്നു? അന്ന് ആരെങ്കിലും പറഞ്ഞിട്ടോ? ഒന്നാമത്തെ കാര്യം, പ്രബലമായൊരു പ്രതിപക്ഷ മുന്നണി ഉണ്ടായിരുന്നില്ല എന്നുള്ളത് അവിടെ പ്രധാനപ്പെട്ട കാര്യമാണ്. രാഹുൽ ഗാന്ധിയെ പോലെ ഒരു ലീഡർ എമർജ് ചെയ്ത് വന്നിട്ടില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. എന്നാൽ 2024 വരുമ്പോൾ മോഡിയുടെ പ്രഭാവം മങ്ങിയിരിക്കുന്നു, പ്രബലമായ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഒപ്പോസിഷൻ ഫ്രണ്ട് ഉണ്ടായിരിക്കുന്നു, രാഹുൽ ഗാന്ധി ഒരു ലീഡറായിട്ട് എമർജ് ചെയ്തിരിക്കുന്നു. നേരത്തെ നിങ്ങളൊക്കെ സൂചിപ്പിച്ചതുപോലെ അഖിലേഷ് യാദവ്, തേജസ്വി യാദവ് എന്നൊക്കെ പറഞ്ഞ് ഇൻഫ്ലുവൻഷ്യലായ ലീഡേഴ്സ് വിവിധ സംസ്ഥാനങ്ങളിൽ ഉണ്ടായിരിക്കുന്നു. അത്തരം സാഹചര്യങ്ങൾക്ക് ഉണ്ടാകുമ്പോഴത്തേക്ക് ആ ട്രെൻഡിനെ വെച്ചുകൊണ്ട് വി ക്യാൻ ഡെഫിനറ്റ്ലി ഡിസൈഡ് അതായത് ഇതൊരു ഏകപക്ഷീയമായ മത്സരമല്ല എന്ന് നമ്മൾ തീരുമാനിക്കും. അതൊരു കാര്യമാണല്ലോ. സീറ്റിന്റെ കാര്യം പറയുന്നത് ഈ 400 എന്ന് നേരത്തെ നിങ്ങൾ ഈ പറയുമ്പോഴത്തേക്കും 400 എത്തില്ല എന്ന് പറയുമ്പോൾ 400 എത്തില്ല എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയുമാണ്. 1984 അല്ലാതെ ഈ 400 എന്ന് പറയുന്ന ഒരു ഫിഗർ നമ്മൾ ടച്ച് ചെയ്തിട്ടില്ല. അതെങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത്? ഇന്ദിരാഗാന്ധിയുടെ മരണശേഷം സംഭവിച്ച സഹതാപ തരംഗമാണ്. അങ്ങനൊരു തരംഗം ഇവിടെ ഇല്ല. നോക്കൂ അരുൺ, അതായത് 2014 കോൺഗ്രസ് വിരുദ്ധ തരംഗം, 2019 ബാലക്കോട്ടാണെങ്കിൽ പോലും ഒരു തീവ്ര ദേശീയ, രണ്ടും വളരെ വ്യക്തമായിരുന്നു. നേരത്തെ പറഞ്ഞതിൽ നിന്നും ഞാൻ ഉണ്ണി പറഞ്ഞതിൽ നിന്നും അല്പം കൂട്ടിച്ചേർക്കാൻ ഉദ്ദേശിക്കുന്നത് 2014 മുതൽ 2019 വരെയുള്ള നാൾവഴിയിൽ BJP അധികാരത്തിൽ നിന്ന് പുറത്താക്കാനുള്ള സൂചനകളുണ്ടായിരുന്നു. പക്ഷേ പുൽവാമ ബാലക്കോട്ട് വന്നതിന് ശേഷം കാര്യങ്ങൾ വലിയ വ്യത്യാസത്തിൽ മാറി, അതൊരു തരംഗമായി ഭവിച്ചു. ആ നിലയിൽ 2014 കോൺഗ്രസ് വിരുദ്ധ തരംഗമോ അല്ലെങ്കിൽ 2019 തീവ്ര ദേശീയതയോ യഥാർത്ഥത്തിൽ 2024 നമുക്ക് ഖണ്ഡിതമായി പറയാൻ കഴിയും. പക്ഷേ അതുപോലെ തന്നെ ഖണ്ഡിതമായി മറ്റൊരു കാര്യം കൂടി പറയണം. ഇത്തവണ പൊളിറ്റിക്സ് ഓഫ് ഡെവലപ്മെന്റ്, അതിനാണ് ജനം മാർക്കിട്ടിരിക്കുന്നത്. എല്ലാ വീട്ടിലും ഒരു സർവേ കണ്ടായിരുന്നോ സുജയ? ഒരു സേവനമെങ്കിലും ഇവിടെ ഇരുന്ന് ജഡ്ജ് ചെയ്തതുപോലെയല്ല ജനങ്ങൾ നരേന്ദ്രമോദിയെ ജഡ്ജ് ചെയ്തിരിക്കുന്നത്. അതിന്റെ റിസൾട്ട് നമുക്ക് 4-ാം തീയതി കാണാം. കൂട്ടിച്ചേർക്കാവുന്ന ഒരു കാര്യം, ഇപ്പോൾ ആക്സിസ് മൈ ഇന്ത്യ ആണ് ഏറ്റവും വിശ്വാസ്യതയുള്ള എക്സിറ്റ് പോൾ ഫലം എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ശരിയാണ്, ചില ഫലങ്ങൾ അവർക്ക് ഒത്തുവന്നിട്ടുണ്ട് എന്ന്. ആക്സിസ് മൈ ഇന്ത്യയുടെ പ്രദീപ് ഗുപ്ത ഒരു 6-ാം ഘട്ടം കഴിഞ്ഞതിന് ശേഷം രാജീവ് സർദേശായിയുടെ ഷോയിൽ പറഞ്ഞിട്ടുള്ളത് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തുല്യമായ രീതിയിൽ തന്നെയാണ് ട്രെൻഡ് സെറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ്. അങ്ങനെ അത് അമിത്ഷാ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ യോഗേന്ദ്ര യാദവ് അല്ലല്ലോ, പ്രശാന്ത് കിഷോറും ഈ നിലയിൽ പറയുന്നുണ്ട്, പ്രദീപ് ഗുപ്തയും ഈ നിലയിൽ പറയുന്നുണ്ട്. ഏതായാലും 240-250 മുകളിലേക്ക് BJP പോയാൽ ഞാൻ സംശയിക്കും. അല്ല, രാഹുൽ ഗാന്ധി ഇന്ത്യ ബ്ലോക്ക്, ഒരു മിനിറ്റ്, രാഹുൽ ഗാന്ധി ഇന്ത്യ ബ്ലോക്കിന്റെ നേതാവ് പറഞ്ഞത് നിങ്ങൾ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ കണ്ടിട്ട് നിന്നോളണേ എന്നാണ്. 2-3 നാൾ വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹിമാചൽ പ്രദേശിലും നേരത്തെ കർണാടകയിലൊന്നും വരുമ്പോ ഇത് കണ്ടില്ലല്ലോ, നിങ്ങൾ ജയിക്കുന്ന സമയത്ത് നിങ്ങൾ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പില് എല്ലാ വൃത്തികേടുകളും കാണിക്കും. ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ മാത്രം വൃത്തികേട് കാണിക്കില്ല എന്ന് വിശ്വസിക്കാൻ ഞാൻ പൊട്ടനല്ല. പക്ഷേ സാങ്കേതിക തെളിയിക്കണം എന്ന് വെച്ചാൽ ഈ രാജ്യത്തെ ഇലക്ഷൻ കമ്മീഷൻ വിളിച്ചിട്ട് അവിടെ മല്ലികാർജുൻ ഖാർഗെയുടെയോ അല്ലെങ്കിൽ ഈ പറയുന്ന സീതാറാം യെച്ചൂരിയുടെ വിദഗ്ധരുടെ കയ്യിൽ കൊടുത്ത് ഇത് ഹാക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന്, ഇത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ എടുക്കുക, എന്റെ കയ്യിൽ തരിക, എനിക്ക് വിശ്വാസമുള്ള ഒരു വിദഗ്ധന്റെ കയ്യിൽ കൊടുക്കുന്നു,
ഇത് ഹാക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് ഞാൻ തെളിയിച്ചു തരാം. സുപ്രീം കോടതി തെളിയിച്ചല്ലോ. ഇല്ലെന്ന്. തള്ളിക്കളഞ്ഞല്ലോ. സുപ്രീം കോടതിയുടെ മുമ്പിൽ വരുന്ന കാര്യങ്ങൾ വെച്ച് സുപ്രീം കോടതി കേസ് തീർപ്പാക്കിയിട്ടുണ്ടാവും. നമുക്ക് പക്ഷേ ഇഷ്ടമുള്ള കാര്യങ്ങളിൽ ഇലക്ട്രോണിക് നമ്മൾ വോട്ടിംഗ് മെഷീൻ നമുക്ക് എന്ത് അമേരിക്ക imagine അടക്കമുള്ള ചെയ്യാം? ജർമ്മനി അടക്കമുള്ള പറയാം. ഇന്ത്യയേക്കാൾ കൂടുതൽ സാങ്കേതികതയുള്ള രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലേക്ക് കടക്കുകയും പിന്നീട് അവർക്ക് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ നിന്ന് എക്സിറ്റ് ചെയ്യേണ്ടി വരികയും സാഹചര്യം ഉണ്ടെന്നേ. അല്ല, ഒരു ഭാഗത്ത് സാർ 240 പ്രൊജക്ട് ചെയ്യുകയും പിന്നെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ സംസാരിക്കുകയും ചെയ്യുന്നത് വളരെ കോൺഫ്ലിക്റ്റിംഗ് ആണ്.